നമസ്കാരം. പുതിയ പ്രതീക്ഷയും പുതിയ ചിന്തയും പുതിയ നിലപാടുകളുമായി ജീവിതത്തെ കൂട്ടിച്ചേർക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നതാവട്ടെ ഈ പുതുവത്സരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് KC വാർത്തകൾ ആരംഭിക്കുന്നു. ടിൻഡോ ആന്റണി, പ്രധാന വാർത്തകൾ. മന്ത്രിസഭയിൽ ചേരണമെന്നത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമെന്ന് രമേശ് ചെന്നിത്തല. ആധാർ അക്കൌണ്ട് ബാങ്കുമായി ബന്ധിപ്പിക്കാത്തവർക്ക് ഇനി മുതൽ LPG സബ്സിഡി ലഭിക്കില്ല. മരിക്കും വരെ ഭരിക്കണമെന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അസാധ്യമെന്ന് മഹാരാഷ്ട്ര ഗവർണർ. കുടിവെള്ളവും നടവഴിയുമില്ലാതെ പുളിങ്കുന്ന രണ്ടാം വാർഡ് പുത്തൻതുരുത്ത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മന്ത്രിസഭയിൽ ചേരണമെന്നത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണെന്നും താനത് അംഗീകരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. വകുപ്പ് കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും. താൻ അധികാരത്തിന് വേണ്ടി പരക്കം പാഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ DCC ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിക്കറിട്ട കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാർ നൽകുന്ന, ജനങ്ങൾ നൽകുന്ന നിർലോഭമായ പിന്തുണയാണ് എൻ്റെ ശക്തി. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നൽകിയ ഈ ഹൃദ്യമായ ഈ ഒരു സ്വീകരണമെന്ന് ഞാൻ പറയുന്നില്ല, ഹൃദ്യമായ വീട്ടിൽ നൽകിയ ഒരു സ്നേഹത്തിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി ശിരസ വഹിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും പാർട്ടിയുടെയും UDFിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യം. ഏത് വകുപ്പ് തന്നാലും താൻ ഏറ്റെടുക്കും. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി. ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിലും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. 2014 UDFന് വസന്തകാലമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC ഓഫീസിൽ ഊഷ്മള വരവേൽപ്പാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത്. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, AA ഷുക്കൂർ എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചു. ആധാർ അക്കൌണ്ടുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ചൊവ്വാഴ്ചയോടെ അവസാനിച്ചു. 50% പേർ മാത്രമാണ് ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ പാചകവാതക സബ്സിഡി ലഭിക്കില്ല. ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കുവാനുള്ള തീയതി ചൊവ്വാഴ്ചയോടെ അവസാനിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ 50% ആൾക്കാർ മാത്രമാണ് ആധാർ കാർഡ് ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഡിസംബർ 31 ശേഷം ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് സബ്സിഡി നിഷേധിക്കുമെന്ന് എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ നവംബർ 30 അവസാനിച്ച സമയപരിധി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് ഒരു മാസം കൂടി നീട്ടിയത്. എന്നിട്ടും ആധാർ നമ്പർ ബന്ധിപ്പിക്കൽ പൂർത്തീകരിച്ചിട്ടില്ല. സുപ്രീംകോടതി ഉത്തരവും ജനങ്ങളുടെ ആശങ്കയും അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ആധാർ കാർഡ് സർക്കാരിന്റെ ഒരു പദ്ധതിക്കും നിർബന്ധമാക്കരുതെന്ന സുപ്രീംകോടതി ഉത്തരവ് നിലവിലുണ്ട്. ബാങ്ക് അക്കൌണ്ട് ആധാറുമായി ബന്ധപ്പെടുത്തിയ പ്രദേശങ്ങളിലും വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. പാചകവാതക സബ്സിഡി അക്കൌണ്ടിലേക്ക് എത്തുവാനുള്ള കാലതാമസവും പലർക്കും ലഭിക്കുന്ന സബ്സിഡി തുകയിലുള്ള വ്യത്യാസവും പ്രധാന പരാതി. ആധാർ ലിങ്ക് ചെയ്തവർ സിലിണ്ടറിന് 1060 രൂപ മുതൽ 1080 രൂപ വരെ മുൻകൂർ അടയ്ക്കണം. നികുതികളുടെയും മറ്റും പേരിൽ 30 രൂപ മുതൽ 80 രൂപ വരെ എണ്ണ കമ്പനികൾ അധികമായി ഈടാക്കുന്നുണ്ട്. ആധാർ കാർഡ് ഇനിയും കിട്ടാത്തവർക്ക് ജനുവരി 1 മുതൽ വിപണി വില നൽകി LPG സിലിണ്ടർ വാങ്ങേണ്ടി വരും. ആധാർ കാർഡ് പിന്നീട് എപ്പോഴെങ്കിലും ലഭിച്ചാൽ അതുവരെയുള്ള കാലയളവിൽ വാങ്ങിയ സിലിണ്ടറുകളുടെ പണം അക്കൌണ്ടിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പെട്രോളിയം മന്ത്രാലയമോ എണ്ണ കമ്പനികളോ പറയുന്നതുമില്ല. ആധാറിന് നിയമ പിന്തുണ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇനി നിയമനിർമ്മാണങ്ങളൊന്നും സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ UPA സർക്കാരിന് ആധാർ കാർഡ് നിയമം വിധേയമാക്കാൻ കഴിയില്ലെന്ന് വേണം അനുമാനിക്കാൻ. ഈ വസ്തുതകളെല്ലാം അവഗണിച്ചാണ് LPG സബ്സിഡി പണം ബാങ്ക് അക്കൌണ്ടിലേക്ക് എന്ന പദ്ധതിയുമായി പെട്രോളിയം മന്ത്രാലയം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ, സുപ്രീം കോടതി തന്നെ ഈ ആധാർ കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ആധാർ കാർഡ്
നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ആധാർ കാർഡ് നിർബന്ധം അല്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കുറെ കുത്തകളെ വളർത്താൻ വേണ്ടി നമ്മുടെ ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഇവിടെ റിഫൈനറി പെട്രോളിയം ഉൽപ്പന്നം വേർതിരിച്ചെടുക്കുമ്പോൾ അത് പ്രകൃതിയിലേക്ക് കത്തിച്ചു കളയുന്ന ഒരു പ്രകൃതിവാദമായിരുന്നു ഈ ഗ്യാസ് എന്ന് പറയുന്നത്. അതിനെ ഇപ്പോ കുറെ കുത്തകകള് അവരുടെ കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിവാതകത്തെ ഇന്ന് ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് കൊള്ള ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ആധാറിന്റെ ലിങ്ക് ചെയ്യുന്ന ദിവസം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. സബ്സിഡി സമ്പ്രദായം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് നാളെ BBC അവധിയാണ്. 2-ാം തീയതി മുതൽ സിലിണ്ടറിന് ഒരേ വിലയായിരിക്കും. അത് എല്ലാ 1-ാം തീയതിയും സിലിണ്ടറിന്റെ വിലയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില വ്യത്യാസം അനുസരിച്ചിട്ട് വില വ്യത്യാസം വരാറുണ്ട്. അങ്ങനെ വില വ്യത്യാസം വരുമ്പോഴത്തേക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാം. അത് കൂടിയാലും കുറഞ്ഞാലും അടുത്ത മാസം മുതൽ ഒരു റേറ്റ് ആയിരിക്കും എല്ലാവർക്കും. അതിൽ ആധാർ കാർഡ് കൊടുത്തവർക്കും ബാങ്കിൽ ലിങ്ക് ചെയ്തവർക്കും സബ്സിഡി ബാങ്കിൽ വരും. അല്ലാത്തവർ ആ കൂടിയ വിലയ്ക്ക് തന്നെ സിലിണ്ടർ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും. ആധാർ കാർഡിന്റെ നമ്മൾ വീണ്ടും സ്വീകരിക്കുന്നുണ്ട്. അടുത്ത മാസം എല്ലാം സ്വീകരിക്കുന്നുണ്ട്. എപ്പോഴും പിന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ അല്ലെങ്കിൽ IVR സമ്പ്രദായമുണ്ട്. IVR സമ്പ്രദായത്തിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാനായിട്ട് വളരെ നേരത്തെ കയറി ബുക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് സിലിണ്ടർ വേണ്ടതിൻ്റെ അല്ല നിങ്ങളുടെ ഭാഗത്ത് വണ്ടി വരുന്നതിൻ്റെ ഒരു തലേ ദിവസമോ അതിന് മുമ്പിലത്തെ ദിവസമോ മാത്രം ബുക്ക് ചെയ്താൽ മതി. ആധാർ ഒരു പദ്ധതിക്കും നിർബന്ധമാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ഈ ഉറപ്പുകളെല്ലാം നഗ്നമായി ലംഘിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആധാർ കാർഡ് ഇനിയും കിട്ടാത്തവരെ സബ്സിഡി പരിധിയിൽ നിന്ന് ഒഴിവാക്കുക വഴി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുക. KCV വാർത്തകൾക്ക് വേണ്ടി വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ്. മരിക്കും വരെ ഭരിക്കണമെന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നടക്കില്ലെന്ന് മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ. 4ാമത് പ്രവാസി മലയാളി സംഗമം ആലപ്പുഴ ലേക്ക് പാലസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ വരുമാനം ഉണ്ടാവണം, കൂടുതൽ റിസോഴ്സസ് വേണം. കൂടുതൽ റിസോഴ്സസ് ഇല്ലാണ്ട് നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എല്ലാ ഗവൺമെന്റുകൾക്കും ബാധകമാണ്. ഇന്ത്യ രാജ്യത്ത് 14 സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉള്ളതിനേക്കാൾ ബഡ്ജറ്റ് മുംബൈ കോർപ്പറേഷനിലെ 28,000 കോടി രൂപയാണ് മുംബൈ കോർപ്പറേഷന്റെ ബഡ്ജറ്റ്. ജനാധിപത്യ സംവിധാനത്തിൽ ഞാനായിരിക്കും മരിക്കുന്നത് വരെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അടിയന്തരാവസ്ഥ വരാൻ വേണ്ടി വരും. ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. മാറേണ്ടി വരും, മാറിയേ പറ്റൂ, മാറും. ഞാനൊരു ധനകാര്യമന്ത്രിയായിരുന്നപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 10-50 കൊല്ലം ഞാനിരുന്നാൻ പറ്റില്ല. മരിക്കും വരെ താനായിരിക്കും ഭരിക്കുകയെന്ന ചിന്ത നടക്കില്ല. ഇത് മാറിയേ തീരുവെന്നും K. ശങ്കരനാരായണൻ പറഞ്ഞു. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. തോമസ് ചാണ്ടി MLA, PT കുരുവിള, സുജിത് പൊന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. MA യൂസഫ് അലി, ശുഭരാജൻ എന്നിവർക്കുള്ള അവാർഡ് വിതരണവും യോഗത്തിൽ നടന്നു. കുടിവെള്ളവും നടവഴിയുമില്ലാതെ കുട്ടനാട്ടിലെ പുളിങ്കുന്ന് 2-ാം വാർഡ് പുത്തൻതുരുത്ത് വികസനം എത്തിനോക്കാത്ത പ്രദേശം എന്ന വിശേഷണം അന്വർത്ഥമാവുന്നത് ഇവിടെയാണ്. ഇത് പുളുങ്കുന്ന് പഞ്ചായത്ത് 2-ാം വാർഡ് പുത്തൻതുരുത്ത് പ്രദേശം. ആയിരക്കണക്കിന് പരേതാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊതു ശ്മശാനവും SNDP ശ്മശാനവുമാണ് എനിക്ക് പിന്നിൽ നിങ്ങൾ കാണുന്നത്. കൈതയും കടകലും മൂടി കിടക്കുന്ന ഈ പൊതു ശ്മശാനത്തിന്റെ കാവൽക്കാർ പട്ടിയും മൂർഖനും പെരിച്ചാഴിയുമൊക്കെയാണ്. 65ഓളം കുടുംബങ്ങളാണ് പുത്തൻതുരുത്ത് പ്രദേശത്തെ താമസക്കാർ. വികസനം എത്തിനോക്കാത്ത പ്രദേശമെന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ സത്യമാകുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രദേശത്ത്? ഭൂരിപക്ഷവും BPL കാർഡ് ഉടമകളാണ്. ഇവിടെ ഞങ്ങൾ ശുദ്ധജലം എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾ ഈ പുത്തൻതുരുത്തിൽ 65 വരെ വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഭൂരിപക്ഷവും BPL റേഷൻ കാർഡ് ഉടമകളാണ്. ഞങ്ങൾ ശുദ്ധജലം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ കണ്ടിട്ട് പോലുമല്ല. കടകലും പോളയും പായലും നിറഞ്ഞ ജലാശയത്തിലെ വെള്ളമാണ് ഈ വീട്ടുകാർ മൊത്തം ഉപയോഗിക്കുന്നത്. അത് ആ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളും ചൊറിച്ചിലും സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട്. പുളുങ്കുന്ന് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തിച്ചേരുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പുത്തൻതുരുത്തിലെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ പുളുങ്കുന്ന് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നത്. വീണ്ടും ഇവിടെ വഴി എന്ന് പറയുന്നത് വഴിയില്ല. അസുഖമായി കിടക്കുന്ന രോഗികളെ കൊണ്ടുപോകണമെങ്കിൽ കസേലയിലിരുത്തി 4 പേര് ചുമന്നുകൊണ്ടാണ്
ഈ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഇവിടെ സർക്കാരിന്റെ ഇലക്ട്രിക് പോസ്റ്റ്, കോൺക്രീറ്റ് പോസ്റ്റ് ഒടിഞ്ഞ് മുറി കൊണ്ടുവന്ന് ഇട്ട് പാലമായിട്ടിട്ടാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിന്റെയും നടവഴികളുടെയും അഭാവവും നാട്ടുതോടുകൾക്ക് കുറുകെ KSEBയുടെ ഒടിഞ്ഞ പോസ്റ്റുകളും ഇവരെ തീർത്തും ദുരിതത്തിലാക്കുന്നു. പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിനിടെ പാലത്തിൽ നിന്നും മൃതദേഹങ്ങൾ വെള്ളത്തിൽ വീണുപോയിട്ടുള്ളതും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കർഷക തൊഴിലാളികളും കൂലിപ്പണിക്കാരും മാത്രം താമസിക്കുന്ന പ്രദേശമായതിനാലാണോ വികസനമെന്നത് ഇവിടേക്ക് എത്തി നോക്കാത്തതെന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. ഇലക്ഷന്റെ സമയത്ത് അലക്കിത്താച്ച ചിരിയുമായി എത്തുന്നവർക്ക് കുടിവെള്ളവും വഴിയും തന്നില്ലെങ്കിൽ ഇനി വോട്ടില്ല എന്നും ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. കൈതയും കരകനും കയറി അനാഥമാക്കപ്പെട്ട ശ്മശാന ഭൂമിയിലെ ആത്മാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KCV വാർത്തകൾക്ക് വേണ്ടി വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ്. അനധികൃതമായി നികത്തിയ നിലം 1 മാസത്തിനകം ഉടമയുടെ ചിലവിൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി വില്ലേജിൽപ്പെട്ടതും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നിലം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നികത്തിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ സർക്കാർ ചിലവിൽ നിലം പൂർവ്വസ്ഥിതിയിലാക്കി അതിന് ചെലവാകുന്ന തുക റവന്യൂ റിക്കവറി നടപടിയിലൂടെ ഉടമയിൽ നിന്ന് ഈടാക്കും. ഖാദി ബോർഡിൽ നിന്നും പാറ്റേൺ CBC വായ്പാ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്തവർ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി 2014 മാർച്ച് 31 മുൻപ് തിരിച്ചടയ്ക്കുന്ന പക്ഷം പിഴപ്പലിശ ഒഴിവാക്കും. അനുവദിച്ച വായ്പാ തുക യഥാവിധി വിനിയോഗിച്ച് യൂണിറ്റ് ആരംഭിച്ച് പ്രവർത്തിപ്പിച്ചവരും വായ്പ തിരിച്ചടയ്ക്കുന്നതിന് കാലതാമസം വരുത്തിയവരുമായവർക്ക് മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. വിശദവിവരങ്ങൾക്ക് ഇലന്തൂരിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. ഊർജിത വ്യവസായവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 3 ഹോട്ടൽ ഐഡയിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല നിക്ഷേപ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ വ്യവസായ വാണിജ്യ ഡയറക്ടർ PG തോമസ് അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജില്ലയിൽ ഈ വർഷം 1,22,640 കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ അറിയിച്ചു. ജില്ലയിൽ പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഡിസംബർ 17 വരെ 2,27,035 കുടുംബങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 2,23,349 കുടുംബങ്ങൾക്ക് ജോബ് കാർഡ് നൽകി. ഈ വർഷം 10,316.32 ലക്ഷം രൂപയാണ് ആകെ ചിലവഴിച്ചത്. കൂലിയിനത്തിൽ മാത്രം 9,661.23 ലക്ഷം രൂപ തൊഴിലാളികൾക്ക് ലഭ്യമാക്കി. 48,17,221 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. 4,320 പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും 980 കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ നൽകുകയും ചെയ്തു. ആകെ നൽകിയ തൊഴിൽ കാർഡുകളിൽ 22,249 എണ്ണം പട്ടികജാതി കുടുംബങ്ങൾക്കും 470 എണ്ണം പട്ടികവർഗ കുടുംബങ്ങൾക്കുമാണ്. 15,304 പട്ടികജാതി കുടുംബങ്ങൾക്കും 286 പട്ടികവർഗ കുടുംബങ്ങൾക്കും പദ്ധതി പ്രകാരം തൊഴിൽ നൽകി. തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തന മികവിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്താണ് ആലപ്പുഴ ജില്ലയെന്ന് മന്ത്രി അറിയിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുളമ്പ് രോഗം ബാധിച്ച പശുക്കൾക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ച കാലിത്തീറ്റയുടെ ആദ്യ ഗഡു ജനുവരി 1 മുതൽ തെക്കേക്കര ക്ഷീരസംഘത്തിൽ നിന്നും വിതരണം ചെയ്തു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. വിലക്കയറ്റം തടയുക, ഭൂരഹിതർക്ക് വീട് വെച്ച് നൽകുക, ദുരിതാശ്വാസ ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ജനറൽ സെക്രട്ടറി NP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള കാർഷിക മേഖലയുടെ തകർച്ചയുടെ പരിണതഫലമായി കാർഷികോൽപാദനം ഗണ്യമായി കുറയുന്നു എന്നത് മാത്രമല്ല, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിർബാധം നടക്കുന്നതിന്റെ പരിണതഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിമാർ, റിലയൻസിനെ പോലെയുള്ളവർ, അതോടൊപ്പം തന്നെ മർഡോക്കിനെ പോലെയുള്ള വൻകിട കുത്തക വ്യവസായികൾ, വൻകിട കച്ചവടക്കാർ അതെല്ലാം തന്നെ തങ്ങളുടെ ശീതീകരിച്ച ഗോഡൌണുകളിൽ സൂക്ഷിച്ചുകൊണ്ട് രാജ്യത്ത് കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഭക്ഷ്യ ദൗർലഭ്യത്തിന് ഇടയാക്കും വിധം പൂഴ്ത്തിവെപ്പ് നടത്തിക്കൊണ്ട് രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളടക്കമുള്ള അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ മേൽ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജി രാമചന്ദ്രൻ, PJ കുട്ടപ്പായി, S പ്രഹ്ലാദൻ, PJ സേവ്യർ, N റജി തുടങ്ങിയവർ സംസാരിച്ചു. KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. നിയമനം ആവശ്യപ്പെട്ട് ജനുവരി 6 ആലപ്പുഴ വൈദ്യുതി ഭവന് മുന്നിൽ ധർണ നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു. P. തിലോത്തമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേള. KSEB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. സൗണ്ട് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരസ്പര സഹായ പദ്ധതിയുടെ ഭാഗമായി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കലവൂർ GJ സൌണ്ട് ഓപ്പറേറ്റർ തങ്കച്ചന് ചികിത്സാ സഹായം നൽകി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MK മംഗളാനന്ദൻ സഹായത്തുക കൈമാറി. സജീവോത്തമപുരം സ്റ്റാർ 11 ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കൂറ്റൻ സാന്താക്ലോസ് ഒരുങ്ങി. 50 അടി പൊക്കത്തിലുള്ള കൂറ്റൻ സാന്താക്ലോസിന്റെ പ്രതിമയാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദിവസങ്ങളുടെ അധ്വാനം കൊണ്ട് സാന്താക്ലോസിന് രൂപം നൽകിയത്. പടക്കങ്ങളും കരിമരുന്നും അകത്ത് നിറച്ചാണ് നിർമ്മാണം. അർദ്ധരാത്രിയോടുകൂടി ഇതിന് തീ കൊടുക്കുന്നതോടെ പുതുവർഷ പുലരി പിറക്കും. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രതീഷ് ആനാരി, ബിനോയ് C മുരളി, അരുൺ, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബിന്റെ രണ്ടാമത് പുതുവർഷത്തെ ആഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ സാന്താക്ലോസ് ആണ്. ഏകദേശം 48-50 അടിയോളം ഉയരമുണ്ട്. ഇതിന് 1 മാസക്കാലമായി ഇത് പണിയാൻ തുടങ്ങിയിട്ട്. ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് അധികൃതർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി K പ്രസാദ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിൽ ജീവനക്കാർ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതിരിക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം ഡോക്കിന്റെ റിപ്പയർ വർക്കുകളും മറ്റുമൊക്കെ തന്നെ പൂർത്തീകരിക്കാതിരിക്കുകയും റിപ്പയർ വർക്കുകളൊക്കെ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്ന് ചിന്തിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അപ്പൊ സമൂഹത്തിന്റെ ആകമാനം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാടിലോട്ട് കേരളത്തിലെ ഗവൺമെന്റ് നീങ്ങുകയാണ്. റോഡ് ട്രാൻസ്പോർട്ടിന്റെ കാര്യം പോലെ തന്നെയാണ്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ മൊത്തമായി നശിപ്പിക്കാൻ തയ്യാറാകുകയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് രംഗത്തുള്ള മൊത്തം സാധ്യതകളെ ആകമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സർവീസ് സെക്ടർ എന്ന നിലയിൽ കണ്ടിട്ട്, സേവന തുറ എന്ന നിലയിൽ കണ്ടിട്ട്, സേവന വ്യവസായം എന്ന കണ്ടിട്ട് നിലപാടെടുക്കുവാൻ തയ്യാറാകാതെ അവിടെ ലാഭം മാത്രം നോക്കിയിട്ട് ലാഭമില്ലെങ്കിലും നിർത്തുക, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുക എന്ന കാഴ്ചപ്പാടുകൂടിയാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭണത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതമായി തീരുകയാണ്. എല്ലാ മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ട്. വിവിധ മേഖലകളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പരമ്പരാഗതമായി പണിയെടുക്കുന്ന ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രംഗത്തെ പ്രശ്നങ്ങൾ അതീവ രൂക്ഷതരമാക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായതിന്റെ വെളിച്ചത്തിലാണ്.
അർഹതപ്പെട്ട പ്രൊമോഷനുകൾ ഉടൻ നടപ്പാക്കുക, ഓപ്പറേറ്റിംഗ്, മെക്കാനിക്കൽ ജീവനക്കാരുടെ സ്പെഷ്യൽ റൂൾ പരിഷ്കരിക്കുക, ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അജയൻ കെ മേനോൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK രമേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം KS രാജേഷ്, S ഉഷാകുമാരി, വാമദേവൻ, VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. കോട്ടയം ജില്ലയിൽ 2014 ഫെബ്രുവരി 13 മുതൽ 18 വരെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ നാടകോത്സവത്തിന്റെ പ്രചരണത്തിന് ആവശ്യമായ ആർച്ച്, ഹാഫ് ആർച്ച്, ബാനർ എന്നിവയ്ക്കും മൾട്ടി കളർ ഡബിൾ ഡമ്മി പോസ്റ്ററിനും കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി 6 ഉച്ചകഴിഞ്ഞ് 2 മണി, വൈകിട്ട് 3 തുറക്കും. കൊട്ടേഷൻ ലഭിക്കേണ്ട വിലാസം: കൺവീനർ, ദേശീയ നാടകോത്സവം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കോട്ടയം 2. കൂടുതൽ വിവരങ്ങൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ലഭിക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇൻപേഷ്യന്റ് വിഭാഗം ബില്ലിംഗ് ഇടപാടുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത് ആശുപത്രി ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകി പ്രവർത്തിപ്പിക്കുന്നതിന് മുൻ അനുഭവ പരിജ്ഞാനമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ജനുവരി 14 11 മണിക്ക് മുൻപ് ലഭിക്കണം. വിശദവിവരങ്ങൾക്ക് പ്രവൃത്തി സമയത്ത് ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടണം. 29ാമത് ആലപ്പുഴ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വൈശിംഭാഗം ബോട്ട് ജെട്ടിക്ക് സമീപം ഒരുക്കിയ വാട്ടർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. ഞായറാഴ്ചയാണ് ജില്ലാ അക്വാട്ടിക് മത്സരങ്ങൾ ആരംഭിച്ചത്. 2ാം ദിന മത്സരങ്ങൾ മുൻ നാഷണൽ റോവിംഗ് കോച്ച് GS നായർ ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല ഭാവിയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ നീന്തുന്നത് കണ്ടത്. അപ്പോൾ ഒരു കാര്യം അവരുടെ മാതാപിതാക്കളോട് എനിക്ക് ഒന്ന് പറയാനുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ കഴിയുന്നതും അവരുടെ അറ്റൻഷൻ ഇപ്പം വേറെ ഒരു ഇതിലോട്ട് ഡയറക്ഷൻ ചെയ്ത് പോകാതെ അവരെ ഈ നീന്തൽ രാജ്യം പറഞ്ഞ പോലെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സായിൽ കൂടെ തന്നെയാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 21, 22 വയസ്സാകുമ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടാമെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കാലങ്ങളിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുപോലുള്ള വേക്കൻസീസ് ഒരുപാടുണ്ട്. നേവി, എയർഫോഴ്സ്, BSF എല്ലായിടത്തും ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രോക്ക് ടെക്നിക്കുകളൊക്കെ കണ്ടിട്ട് വളരെ നല്ല ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയും സുരക്ഷിതമാകുകയാണ്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷയായി. MD രാരിച്ചൻ, G മുകുന്ദൻപിള്ള, അനിയപ്പൻ, റോബർട്ട് ജോൺസൺ, മിനി മന്മഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ധനീഷ് ജീവൻ രക്ഷാസമിതി അംഗങ്ങൾ പിരിച്ചു നൽകിയ തുക കൊണ്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും ധനീഷ് യാത്രയായി. പുളുങ്കുന്ന് കരിക്കാവിൽച്ചിറ വീട്ടിൽ കമലാസനന്റെ ഏക മകനായിരുന്നു 27-കാരനായ ധനീഷ്. ഇക്കഴിഞ്ഞ 21-ാം തീയതി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നെങ്കിലും ചൊവ്വാഴ്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മകരവിളക്ക് സീസണിൽ ശബരിമല തീർത്ഥാടകർക്കായി കുറ്റമറ്റ സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും പത്തനംതിട്ട ജില്ലാ ജഡ്ജിയുമായ K. ബാബു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും മകരവിളക്ക് സീസണിലെ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിന് എരുമേലി ദേവസ്വം ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മകരവിളക്ക് സീസണിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതിനായി വകുപ്പുകളുടെ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശിച്ചു. ജനുവരി 1 മുതൽ 20 വരെ എരുമേലി സർക്കാർ ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കുന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടപടി സ്വീകരിക്കണം. ഇത് സംബന്ധിച്ച ഹൈക്കോടതി നിർദ്ദേശം എത്രയും വേഗം നടപ്പാക്കണം. ഇടുക്കി ജില്ലയിൽ സംസ്ഥാന പൂളിൽ നിന്ന് ഡോക്ടർമാരുടെ സേവനം വേണ്ടതുണ്ടെന്ന ആവശ്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കുമളി വണ്ടിപ്പെരിയാർ റൂട്ടിൽ ജീപ്പ് സർവീസ് നടത്തുന്നവർ തീർത്ഥാടകരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായി വ്യാപക പരാതി ഉയരുന്നുണ്ട്. ഇവിടെ തീർത്ഥാടകർ ചൂഷണത്തിന് ഇരയാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ പ്രീപെയ്ഡ് സംവിധാനത്തിന്റെ സാധ്യത പരിശോധിക്കാവുന്നതാണ്. നിലയ്ക്കല ടോയ്ലറ്റുകൾ പകുതിയോളം തുറക്കുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണം. സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്ന് തീർത്ഥാടകർക്ക് ശരംകുത്തിയിലേക്ക് പോകുന്നതിന് മരക്കൂട്ടത്തു നിന്ന് ശരംകുത്തിയിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനുള്ള സാധ്യത ആരായണം. സ്വാമി അയ്യപ്പൻ റോഡിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് തീർത്ഥാടകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് പാക്കേജിന്റെ പരാജയം വിലയിരുത്തുന്നതിനും പ്രതിവിധി കണ്ടെത്തുന്നതിനും കിസാൻ ജനത കുട്ടനാട് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 1 3 മണിക്ക് നെടുമുടിയിൽ യോഗം നടക്കുമെന്ന് കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. ചരമവാർത്തകൾ. രാമങ്കേരി ചേന്നാട്ടുശ്ശേരി നാലുപറയിൽ കത്രീനാമ നിര്യാതയായി 66 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. ഈര അമ്പാടി വീട്ടിൽ മോഹൻദാസ് നിര്യാതനായി 59 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. എടത്തുവ ഇല്ലിമുട്ടിൽ ശാരദ നിര്യാതയായി 88 വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച 10 12-ാം നമ്പർ SNDP ശ്മശാനത്തിൽ.
രാമങ്കരി മാരാമ്പറമ്പിൽ പെണ്ണമ്മ പൌലോസ് നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 10 രാമങ്കരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിസഭയിൽ ചേരണമെന്നത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമെന്ന് രമേശ് ചെന്നിത്തല. ആധാർ അക്കൌണ്ട് ബാങ്കുമായി ബന്ധിപ്പിക്കാത്തവർക്ക് ഇനി മുതൽ LPG സബ്സിഡി ലഭിക്കില്ല. മരിക്കും വരെ ഭരിക്കണമെന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അസാധ്യമെന്ന് മഹാരാഷ്ട്ര ഗവർണർ. കുടിവെള്ളവും നടവഴിയുമില്ലാതെ പുളിങ്കുന്ന 2ാം വാർഡ് പുത്തൻതുരുത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.